11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മുടെ അമ്മമാരുടെയും കുട്ടികളുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം യോഗയിലൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ കാലത്ത് നമ്മുടെ അമ്മമാർ പല ചുമതലകളും ഒറ്റയ്ക്കേറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വീട്ടുപണികൾ, ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവ അവരുടെ കൈകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദം കൂടുകയും അത് അവരെ പലതരം അസുഖങ്ങളിലേക്കും ശരീരവേദനകളിലേക്കും നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക അമ്മമാരും 30 അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ രോഗികളായി മാറുന്നു. രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ കഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും യോഗ ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ സൂചനകളും ലക്ഷണങ്ങളുമാണ് രോഗം. നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുക മാത്രമാണ് പ്രതിവിധി. രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നരകജീവിതം നയിക്കുന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് പ്രകൃതിയോട് പൊരുത്തപ്പെട്ട് സുഖമായി ജീവിക്കുന്നത്. ഇതിന് നമ്മുടെ സമൂഹത്തിലെ അമ്മമാരും കുട്ടികളും പ്രധാനമായി 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ശരീരത്തിനാവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ഹിതമായും മിതമായും കഴിക്കുക. യോഗ പോലുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് മിതമായ രീതിയിൽ കൊടുക്കുക. പ്രാണായാമം കൊണ്ട് പ്രാണവായുവിൻ്റെ അപര്യാപ്തത പരിഹരിക്കുക. വികാര വിചാരങ്ങൾക്ക് അടിമപ്പെടാതെ സമചിത്തത പാലിക്കുക. ഇതിൽ ആദ്യത്തേത് തന്നെ നമുക്കെടുക്കാം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ഹിതമായും മിതമായും കഴിക്കുക. ഹിതമായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാത്വികമായ ആഹാരമാണ്. അത് വില കൂടിയതാവണമെന്നില്ല, എന്നാൽ പോഷക സമൃദ്ധമായത്. മിതമായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരവയറാഹാരം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അതാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാർ തിരക്കുകൾ മൂലം ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ജങ്ക് ഫുഡുകൾ തിരഞ്ഞെടുക്കാറുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിനെ കുറച്ചു കൊണ്ടുവരുന്നവയാണ്. കുട്ടികളിൽ തന്നെ അമിതാഹാരം ഒബിസിറ്റിയിലേക്ക് നയിക്കുന്നു. ഒബിസിറ്റി മൂലം നമ്മുടെ കുട്ടികൾക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്വാത്വികമായ ഫുഡിലേക്ക് പരിശീലിപ്പിക്കുക. യോഗ പോലുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് മിതമായ രീതിയിൽ കൊടുക്കുക. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് രാവിലെ കുട്ടികളെ സ്കൂളിലും കോളേജുകളിലും അയക്കണം. വീട്ടുജോലികൾ, അവരുടേതായ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് രാവിലെ യോഗ ചെയ്യുക നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലെങ്കിലും കുറച്ച് സമയം യോഗയ്ക്ക് വേണ്ടി നീക്കിവെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ